ഈ സംസ്ഥാനത്ത് ബൈക്കിനെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ എലികളുടെ ഒരു ക്ഷേത്രവുമുണ്ട്. എവിടെയാണെന്നറിയാമോ? വരൂ നമുക്ക് നോക്കാം. രാജസ്ഥാൻ, ജയ്പൂർ. രാജാക്കന്മാരുടെ നാട് എന്ന് രാജസ്ഥാൻ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണിത്. രാജസ്ഥാനിലെ ദേശ്നോക്കിൽ കർണി മാതയുടെ ഒരു ക്ഷേത്രമുണ്ട്. 2500ഓളം കറുത്ത എലികളെ ഇവിടെ ആരാധിക്കുന്നു. ഇതിന്റെ പിന്നിലെ കഥ ഇതാണ്. കർണി മാതയുടെ വളർത്തുപുത്രൻ മുങ്ങി മരിക്കാൻ ഇടയായി. അദ്ദേഹത്തിന് തിരിച്ചു തരണമെന്ന ആവശ്യം യമരാജാവ് പരിഗണിച്ചില്ല. അപ്പോൾ കർണി മാത പുത്രനെ എലിയായി പുനർജീവിപ്പിച്ചു. അവരുടെ പിൻഗാമികൾ മരിച്ച ശേഷം എലികളായി ഈ അമ്പലത്തിൽ കുടികൊള്ളുമെന്നും അരുളി ചെയ്തു. മറ്റൊരു വിചിത്ര ക്ഷേത്രമായ ബുള്ളറ്റ് ബാബ ക്ഷേത്രം രാജസ്ഥാനിലെ പാലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആക്സിഡന്റിൽ മരണപ്പെട്ട ഓം പന്നയുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അപകടം നടന്ന സ്ഥലത്ത് വീണ്ടും വീണ്ടും അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായത്. ഹിമാചൽ പ്രദേശ്. വേനൽക്കാല തലസ്ഥാനം ഷിംല, ശൈത്യകാല തലസ്ഥാനം ധരംശാല. പർവ്വതങ്ങളുടെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള സംസ്ഥാനമാണിത്. അറിയാമോ? ലാഹോൾ സ്പിറ്റിയിലുള്ള ഷിഗ്രി ഗ്ലേസിയർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. പഞ്ചാബ്, ചണ്ഡീഗഡ്. ഇൻഡസ് നദിയുടെ ശാഖകളായ ജലം, ചേനബ്, രാവി, സത്ലജ്, ബീസ് എന്നീ നദികൾ പഞ്ചാബിലൂടെ ഒഴുകുന്നു. അതുകൊണ്ട് പഞ്ചാബിനെ 5 നദികളുടെ നാട് എന്ന് വിളിക്കുന്നു. അറിയാമോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അടുക്കള ഉള്ളത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലാണ്. വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. എല്ലാ സാംസ്കാരിക സവിശേഷതകളുടെയും കേന്ദ്രമായി വെസ്റ്റ് ബംഗാൾ പറയപ്പെടുന്നു. വെസ്റ്റ് ബംഗാളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരം ഉള്ളത്. ഹരിയാന, ചണ്ഡീഗഡ്. ഹരിയാനയെ ഇന്ത്യയുടെ പാൽപാത്രം എന്ന് വിളിക്കുന്നു. ഉത്തർപ്രദേശിന് ശേഷം ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ചണ്ഡീഗഡിലുള്ള ഒരു വിചിത്രമായ ഉദ്യാനമാണ് റോക്ക് ഗാർഡൻ. പൊളിച്ച കെട്ടിടഭാഗങ്ങളും പാഴ്വസ്തുക്കളും മറ്റും കൊണ്ട് നിർമ്മിച്ച ഇവിടത്തെ ശില്പങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന നേക് ചന്ദ് ആണ് ഈ ഉദ്യാനത്തിന്റെ സൃഷ്ടാവ്. ഉത്തരാഖണ്ഡ്. വേനൽക്കാല തലസ്ഥാനം ഭരാരിസൈൻ, ശൈത്യകാല തലസ്ഥാനം ദെഹ്രാദൂൻ. ഇവിടെയുള്ള ഋഷികേശ് എന്ന സ്ഥലം ലോകത്തിന്റെ യോഗ തലസ്ഥാനമായി അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡിലെ രൂപ്കണ്ട് തടാകത്തെ അസ്ഥികൂടങ്ങളുടെ തടാകം എന്ന് വിളിക്കുന്നു. എന്തെന്നോ 500-ലധികം മനുഷ്യ അസ്ഥികൂടങ്ങൾ ഈ തടാകത്തിന്റെ അടിയിൽ കണ്ടെത്തുകയുണ്ടായി. ഇതിന്റെ പിന്നിലെ കഥ എന്തെന്ന് ആർക്കും അറിയില്ല. ബൈ ബൈ. ഇനി അടുത്ത തവണ കാണാം.